പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കിടന്നു വന്ന ഒരു പ്രാവശ്യം കൂടെ ഒരു വേദഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ സിസ്റ്റർ റോസ്ലിൻ സുരേഷ് റോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുവിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രിയരെ, ഇന്നത്തെ ഞാൻ ഈ ടൈറ്റിൽ കാണിച്ചതുപോലെ അന്ത്യ ന്യായവിധികളിൽ കാണുന്ന രണ്ട് സിംഹാസനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ന്യായവിധി ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, ആരും ഇഷ്ടപ്പെടുന്ന സംഗതിയല്ല. ചിലർക്ക് നമുക്കറിയാം ചില മഹാരോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, വിശേഷിച്ചും ക്യാൻസറോ ഒക്കെ വന്ന ആർക്കും ഇഷ്ടമല്ല. അതുപോലെ തന്നെ കഴിവതും നമ്മൾ ദുഃഖങ്ങളായിട്ടുള്ള രോഗങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചിലർക്ക് ന്യായവിധി ഒരു സന്തോഷകരമായ കാര്യമാണെങ്കിൽ ചിലർക്ക് അത് ഏറ്റവും വലിയ ദുഃഖകരമായ, മോശകരമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, ക്യാൻസർ രോഗം പിടിപെട്ട് ഇന്ന് പലരും 60 ശേഷം 80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കേണ്ടി വരാം, പക്ഷേ 60 വയസ്സിന് ശേഷമൊക്കെ അവർ മരണപ്പെടുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ക്യാൻസറിനെക്കാട്ടിലും ഏറ്റവും ഭീകരമായ ഒരവസ്ഥയാണ്, പ്രിയമുള്ളവരെ, അന്ത്യ ന്യായവിധി എന്ന് പറയുന്നത്. അന്ത്യ ന്യായവിധി എന്നെക്കുറിച്ച് ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആർക്കാണ് ഈ ന്യായവിധി? ആരാണ് ആ ന്യായവിധിയെ അഭിമുഖീകരിക്കുന്നത്? നമ്മൾ ഇനി വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഞാൻ ക്യാൻസറെക്കുറിച്ച് പറയാനല്ല ചിന്തിച്ചത്, മറിച്ച് ഞാൻ നിങ്ങളെ അന്ത്യ ന്യായവിധിയിലേക്ക്, അതിൻ്റെ ഗൗരവത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, 2 തരത്തിലുള്ള ന്യായവിധികളെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് വിശ്വാസികൾക്കുള്ള ന്യായവിധി, 2 അവിശ്വാസികൾക്കുള്ള ന്യായവിധി. ചിലർ ധരിക്കുന്നത് അവിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ ന്യായവിധി, വിശ്വാസികൾക്ക് ന്യായവിധി ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് വിശ്വാസികൾ? കാണുന്നവരെല്ലാം വിശ്വാസികളാണോ? ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വിശ്വാസികൾ എന്ന് പറയും, പ്രിയമുള്ളവർ, ക്രിസ്തുവിൻ്റെ ആ സൗജന്യ രക്ഷ പ്രാപിച്ച് വചനപ്രകാരം അപ്പോസ്തലന്മാർ കാണിച്ച ആ ഉപദേശങ്ങൾ, പഠിപ്പിച്ച ഉപദേശങ്ങൾ അനുസരിച്ച് അത് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്, പ്രിയമുള്ളവരെ, വിശ്വാസികൾ അല്ലെങ്കിൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ വചനം നമ്മളെ പഠിപ്പിക്കുന്ന, വചനത്തിൽ പറയുന്ന രീതിയിലുള്ള രക്ഷാനിർണയം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും അവിശ്വാസികൾ എന്ന് പറയുന്ന ആരാ? അവിശ്വാസികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരാ. ദൈവം ഉണ്ടെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്കറിയാം, സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ അടിസ്ഥാനത്തിൽ അവർ സ്വയം നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവരാ. അവർ ചെയ്യുന്ന തെറ്റുകളോ അറിഞ്ഞു അറിയാതെയും ചെയ്യുന്ന പാപങ്ങളോ അതവർ മനസ്സിലാക്കാനോ അതിൽ പശ്ചാത്തപിക്കാനോ അവർ തയ്യാറല്ല. മറിച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് എന്തെടുക്കണം? അവരതിനെ ന്യായീകരിക്കാൻ, നീതീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ, പ്രിയമുള്ളവരെ, മറ്റൊരു കൂട്ടർ ദൈവം മുൻപാകെ സ്വയം ന്യായീകരിക്കുന്നവരാ. അവരെന്ത് ചെയ്താലും അതിനൊക്കെ ഓരോ വാക്യങ്ങളും കണ്ടുപിടിക്കും. അവർ അതിനൊക്കെ എന്തെടുക്കും? ന്യായീകരണവുമായിട്ട് അവർ കടന്നു വരുന്നവരാ. അവർ ചെയ്യുന്നതൊക്കെ ശരിയെന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് അവർ എത്തുന്നത്. നമുക്കറിയാം, അവിശ്വാസികളെ ന്യായം വിധിക്കുന്ന ആ സിംഹാസനത്തിൻ്റെ പേരാണ്, പ്രിയമുള്ളവരെ, ബൈബിൾ അനുസരിച്ച് വെള്ള സിംഹാസനം, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ എന്ന് പറയുന്നത്. അവർ അവിശ്വാസികളെയാണ് ന്യായം വിധിക്കുന്നത്. എന്നാൽ വിശ്വാസികളെ ന്യായം വിധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലാണ്. രണ്ടും രണ്ട് കൗണ്ടറാണ്, രണ്ടും രണ്ട്
കിടക്കിയ, രണ്ടും രണ്ട് ലൈനാ, രണ്ടും രണ്ട് വാതിലുകളാ. അവിശ്വാസികൾ നിൽക്കേണ്ട ഒരു കൗണ്ടറുണ്ട്, വിശ്വാസികൾക്ക് വേറെയുള്ള ഒരു കൗണ്ടറുണ്ട്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രിയമുള്ളവരെ, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, അവിശ്വാസികളെ ന്യായം വിധിക്കുന്ന ആ സിംഹാസനം. അതിന് ആധാരമായി ഞാൻ വാക്യം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങളാണ്. ദാനിയേലിന്റെ പുസ്തകം. അവിടെ എഴുതിയിരിക്കുന്ന, ആ സമയത്ത് നിന്റെ ജനത്തിന്റെ പുത്രന്മാരെ കാക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജനത ഉണ്ടായത് മുതൽ അന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. ഒരു വലിയ കഷ്ടകാലം ഉണ്ടാകുമെന്ന്. ആ സമയത്ത് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഏവനും വിടുവിക്കപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്നവരിൽ പലരും ഉണരും, ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടിയും. പ്രിയമുള്ളവരെ, ഈ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു മഹാപ്രഭു എഴുന്നേൽക്കുന്ന മിഖായേൽ എന്ന മഹാപ്രഭു. ആ മഹാപ്രഭുവിന്റെ പേര് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു മഹാകഷ്ടകാലം ഉണ്ടാകും. പുസ്തകത്തിൽ പറയുന്നവർ വിടുവിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ചിലർ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കും വേണ്ടി ഉണരുമെന്നാണ് അവിടെ നമ്മൾ ഭാഗം വായിക്കുന്നത്. ഇതിനോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യം കൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം അല്പം കൂടെ ക്ലിയർ ആകും. വെളിപ്പാട് 20-ന്റെ 11 മുതൽ 15 വരെ. പിന്നെ ഞാൻ വലിയൊരു വെള്ളസിംഹാസനം, അതിലിരിക്കുന്നവനെയും കണ്ടു. വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവനെയും കണ്ടു, അതിൽ ഇരിക്കുന്നവനും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി. വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ സന്നിധിയിൽ നിന്ന് ആകാശം ഭൂമി ഓടിപ്പോയെന്ന്. അവർക്ക് സ്ഥലം കണ്ടില്ല. മരിച്ചവർ ചെറിയവനും വലിയവനും ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. വലിയ വ്യത്യാസമൊന്നുമില്ല. ഭൂമിയിലാ വ്യത്യാസമുള്ളത്. നിറത്തിൽ വ്യത്യാസം, ഹൈറ്റിൽ വ്യത്യാസം, മനുഷ്യരൂപത്തിൽ വ്യത്യാസം, പല കളറിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസമൊന്നും അവിടെ ഇല്ല. ന്യായവിധിയിൽ അത് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ചെറിയവരും വലിയവരും എല്ലാം അവിടെ നിൽക്കേണ്ടി വരും. അതുപോലെ ഈ വാക്യത്തിൽ പറയുന്ന മറ്റൊരു വസ്തുക്കൾ എന്ന് പറയുന്നത്, ഒന്ന്, വെള്ളസിംഹാസനം, അതിൽ ഇരിക്കുന്നത് ഒരുവനാണ്. പ്രിയമുള്ളവരെ, ഒന്നിൽ കൂടുതൽ പേരില്ല, ഒരുവനാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആകാശം ഭൂമിയും ഓടിപ്പോയി. ആ ഇരിക്കുന്നതിന് മുമ്പിൽ ആകാശം ഭൂമിക്കും പ്രസക്തിയില്ല, അത് ഓടിപ്പോയി. ആകാശം ഭൂമി ഓടിപ്പോയി. മരിച്ചവൻ ചെറിയവരും വലിയവരും ദൈവസന്നിധിയിൽ നിൽക്കുന്നു. ആ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ആ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുകയാണ്. ജീവന്റെ പുസ്തകം തുറന്നു. ഇന്നത്തെ പോലെയുള്ള തെളിവുകളൊന്നും അവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നാണ് മോഡേൺ ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിക്കും കോടതിക്ക് മുമ്പിൽ. അവിടെ എന്ത് സംഭവിച്ചു? ജീവന്റെ പുസ്തകം തുറന്നു. മരിച്ചവരെ തങ്ങളുടെ പ്രവൃത്തി അനുസൃതമായി ന്യായം വിധിക്കുക. മരിച്ചവരെ ന്യായം വിധിക്കുക. സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രത്തിൽ മരിച്ചവർ, അതിന്റെ ഉത്തരവാദി സമുദ്രത്തിന് ഡിപ്പാർട്ട്മെന്റ്, സമുദ്രം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സമുദ്രം വന്ന് പറയും ഇത്ര പേരൊക്കെ അവിടെ മരിച്ചു. അതുപോലെ തന്നെ പാതാളം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളത്തിന്റെ ജോലി പാതാളം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിലേക്ക് തള്ളിവിടുകയാ. എവിടെ? വൈറ്റ് ത്രോണിലെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്ക് ശേഷം അവരെ എവിടെ തള്ളിവിടുന്നു? നിത്യമായ തീപ്പൊയ്യിലേക്ക് തള്ളിവിടുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ലാത്ത ഏവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. പ്രിയമുള്ളവരെ, അവിടെ യാതൊരു മുഖപക്ഷവുമില്ല. അവരെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുകയാണ്. ഇനിയും ആരൊക്കെയാണ് പ്രിയമുള്ളവരെ വിധിക്കപ്പെടുന്നത്? മരിച്ചവരെ അത് വിധിക്കും. ഈ മരിച്ചവരാരാണ്? നമ്മളത് പ്രത്യേകം വചനാടിസ്ഥാനത്ത് നമ്മൾ മനസ്സിലാക്കണം. മരിച്ചവരാരാ? ക്രിസ്തുവിന്റെ രക്ഷ എന്ന ദാനം സ്വീകരിച്ച് കൊണ്ട് ആത്മീയമായി ഉയർക്കപ്പെടാത്ത എല്ലാവരും മരിച്ചവരാണ്. കാണുമ്പോൾ അവർക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, ജീവനൊക്കെ ഉണ്ട്. പക്ഷേ
ക്രിസ്തുവിന്റെ രക്ഷ എന്ന ദാനം സ്വീകരിച്ചുകൊണ്ട് ആത്മീകമായി ഉയർക്കപ്പെടാത്തവർ മരിച്ചവരാ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത ഏവരും ആ പുസ്തകം തുറക്കുമ്പോൾ അതിനകത്ത് ചില ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ പേരില്ലെങ്കിൽ പ്രിയമുള്ളവരെ എഴുതി വെച്ചോ, നമ്മൾ തള്ളിയത് തന്നെ. അവിടെ പിന്നെ ഒരു ഹോപ്പില്ല. ഇപ്പം എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര മറ്റുള്ള മുമ്പിൽ ആത്മീയരായിട്ട് ജീവിച്ചാലും ആ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം. പേരുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കണം. പേരുണ്ടോ എന്ന് വെറും ഊഹാപോഹങ്ങളിൽ പറഞ്ഞാൽ പോരാ, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടായിരിക്കണം. ഇനിയും പ്രിയമുള്ളവരെ, ഈ ന്യായവിധി എപ്പോഴാണ് നടക്കുന്നത്? പലർക്കും ഒരു നിശ്ചയമൊന്നുമില്ല. ചിലർ പറയുന്നത് എല്ലാം കളവാന്നാ പറയുന്നത്, ചിലർ പറയുന്നത് ഇതിന് ഒരു അർത്ഥവുമില്ലെന്നാണ് പറയുന്നത്. എന്നാണ് നടക്കുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ പ്രിയമുള്ളവർ അവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട്. 1000 വർഷ ഭരണത്തിന് ശേഷമായിരിക്കും ഈ നിത്യ ന്യായവിധി നടക്കുന്നത്. ഇനിയും ഇതിന്റെ രേഖകളൊക്കെ ഏത് അലമാരിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആരുടെ കയ്യിലാ? ഇപ്പോഴാണെങ്കിൽ ബാങ്കിലൊക്കെ എല്ലാ ഡോക്യുമെന്റും സൂക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ട്. ഇതൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇവിടെ പുസ്തകങ്ങളും നമുക്കറിയാം ജീവപുസ്തകങ്ങളും ഇവെല്ലാം അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇനിയും ശിക്ഷാവിധിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ അളവും അവിടെ നിർണയിക്കപ്പെടുന്നു. എല്ലാത്തിനും അവിടെ കണക്കുണ്ട്. ഇപ്പോഴാണ് ഏത് കൃത്യം ചെയ്താൽ നല്ലൊരു വക്കീലുണ്ട്, രക്ഷപ്പെട്ടു പോകാം. കൊലപാതകത്തിന് ഒരു പ്രശ്നവുമില്ല, നല്ല വക്കീൽ വേണമെന്ന്. വക്കീലന്മാരാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് വിധിക്കുന്നത്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോം ഗൊമോറ ദേശത്തിന് സഹിക്കാതെയാവും. അതിനെക്കാട്ടും ഏറ്റവും ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് പറയുന്നത് സൊദോം ഗൊമോറ സംഭവമാണ്. ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ശിക്ഷ അവിടെ നേരിട്ടാണ് അവിടെ വന്നത്. ദൈവത്തെ ധിക്കരിച്ചവർക്ക്, പാപികൾക്ക്. അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31 മുതൽ 37 വരെ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ആ ഓരോ നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ അറിയാതെയും രസത്തിനും തമാശയ്ക്കൊക്കെ ആയി നമ്മൾ എന്തെല്ലാമാ പറയുന്നത്. പക്ഷെ ഓരോ വാക്കിനും, ഓരോ കുത്തിനും കോമയ്ക്കും, ഓരോ സ്പെല്ലിങ്ങിനും ഒക്കെ എന്തെടുക്കണം? അതിനവിടെ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. അവിടേക്ക് നമ്മൾ പറയുന്ന ഏത് നിസാര വാക്യങ്ങൾക്ക് പോലും, നിസാര വാക്കുകൾക്ക് പോലും പ്രിയമുള്ളവരെ, വചനാടിസ്ഥാനത്തിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അവിടെ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും. നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടും. നാം എന്ത് ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള വിധിയായിരിക്കും അവിടെ നമുക്ക് മുമ്പിലുണ്ടാകുക. നമ്മുടെ ഓരോ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ നമ്മുടെ ചെറിയതായാലും വലുതായാലും വാക്കുകൾ പോലും അവിടെ നിന്ന് നിസ്സാരമായിട്ട് എണ്ണുകയില്ല. അതിനെല്ലാം ഗൗരവമായ അർത്ഥങ്ങളായിരിക്കും ഉണ്ടാകുന്നതിന് കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കരച്ചിലും വിലാപവും പല്ലുകടിയും ഉള്ള ഒരു സ്ഥലമായിരിക്കും. അവിടെ റെസ്റ്റോറൻറ്റോ വലിയ വലിയ ഹോട്ടലോ 5 നക്ഷത്ര ഹോട്ടലൊന്നും താമസിക്കാൻ കിട്ടത്തില്ല. അവിടെ എന്താണ് കിട്ടുന്നത്? അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും മാത്രമുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ ന്യായവിധിയിൽ ഉയർന്നു വരുന്ന മുഖ്യ വിഷയം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കാൻ എപ്പോഴെങ്കിലും ഒരു തീരുമാനം നീ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നീ എന്നെങ്കിലും കർത്താവിനെ നിന്റെ രക്ഷകനായി നീ അംഗീകരിച്ചിട്ടുണ്ടോ? നീ വാഗുകൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നീ അത് പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് നിന്നോട് ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ പ്രവൃത്തി, പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം. ആദ്യം കർത്താവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാ. രണ്ടാമത് ചോദിക്കുന്ന നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പ്രവൃത്തി. ന്യായവിധിയുടെ ഫലം എന്താണ് പ്രിയമുള്ളവരെ? ഒറ്റവാക്കിൽ പറയട്ടെ, നിത്യശിക്ഷാവധി. നിത്യശിക്ഷാവധിയാണ് അതിന്റെ ഫലം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, കരച്ചിലും വിലാപവും പല്ലുകടിയുമുള്ള ഒരു അവസ്ഥ. അതിന് ഗ്യാപ്പൊന്നുമില്ല, അതിന് പീരീഡ് ഒന്നുമില്ല, അതിന് 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ റെസ്റ്റ് കൊടുക്കത്തില്ല.
ഈ നിത്യ ശിക്ഷാവധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടവില്ലാതെ ഒരു സ്റ്റോപ്പില്ലാതെ എപ്പോഴുമുള്ള ശിക്ഷാവധിയാണ്. എന്തൊക്കെ? കരച്ചിലുണ്ട്, അവിടെ വിലാപമുണ്ട്, അവിടെ പല്ലുകടിയുണ്ട്. ഇനിയും ഈ ന്യായവിധിയിൽ നാം എന്ത് ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കരുത്. ഈ ന്യായവിധിയിൽ നാം അതിൽ ഉൾപ്പെടാതെ നോക്കണം. നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ കാലം ഇത് മാറിപ്പോവും. ഇന്ന് മനുഷ്യൻ അപ്പത്തിനും അതുപോലെ എൻജോയ്മെന്റിനും വേണ്ടി ഓടി നടക്കുക. മനുഷ്യന് വേണ്ടത് ആഹാരം, അവന്റെ വസ്ത്രം, വലിയ മട്ടുപ്പായിട്ടുള്ള കെട്ടിടങ്ങൾ. പാട്ടുകാരൻ നമ്മളെ പറയുന്നത്, കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിൻ വിശപ്പു തന്നെ. ദേശത്തെ കയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. ദേശത്തെ കയക്കുന്ന നാളുകൾ അടുത്തുപോയി, രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിയിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം ഒരു കാരണവശാലും എവിടെ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന നമ്മുടെ ഓരോ തെറ്റുകൾ, ഓരോ വാക്കുകൾ, ഓരോ നിലവുകൾ, ഓരോ വിചാരങ്ങൾ, പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ സിംഹാസനം, പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. ഇത് വെള്ള സിംഹാസനമല്ല, ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സിംഹാസനമാണ്, ക്രിസ്തുവിന്റെ ന്യായാസനം. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്, കർത്താവിനെ പ്രസാദിപ്പിക്കുകയും നാം ഓരോരുത്തരും ശരീരത്തിൽ ചെയ്ത കാര്യങ്ങൾ ഏതാ നല്ലതായാലും തീയതായാലും നമ്മളത് സ്വീകരിക്കുവാൻ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ നാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇഹലോകത്തിൽ നാം ചെയ്ത ഓരോ കാര്യങ്ങളും, പ്രിയമുള്ളവരെ, അത് നല്ലതായാലും തീയതായാലും അത് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അത് റോമർ 14:10 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നീ നിന്റെ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ലെങ്കിൽ നീ നിന്റെ സഹോദരനെ വെറുക്കുന്നത് എന്ത്? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപ് നിൽക്കേണ്ടി വരും. സഹോദരൻ ആരാ? 2 തരത്തിലുള്ള സഹോദരന്മാരുണ്ട്. ഒന്ന്, നമ്മുടെ ഭൗതിക കുടുംബത്തിൽ നമ്മൾ ജനിക്കുന്ന സഹോദരന്മാർ. മറ്റൊന്ന്, നമ്മെ പോലെ സഹവിശ്വാസികൾ. അവരും രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്നവരാ, കർത്താവിന്റെ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാ. അവർ സഹോദരന്മാരാ. എന്നാൽ നാം അവരെ വിധിച്ചാൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു വാക്യം കൂടെ വായിക്കാം. 1 തിമോത്തി 4-ാം അധ്യായം 7 മുതൽ 8 വരെ വായിക്കുമ്പോൾ, യേശു ക്രിസ്തു എന്ന നട്ടിരിക്കുന്ന അടിസ്ഥാനം അല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇട്ടാൽ ഇടാൻ ആർക്കും കഴിവില്ല. നമ്മുടെ വിശ്വാസം ഒരു വ്യക്തിയുടെ മുഖം നോക്കിയല്ല, ഒരു സഭയെ നോക്കിയല്ല, ഒരു സംഘടനയെ നോക്കിയല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഇട്ടിരിക്കണം. നമ്മുടെ നായകൻ, നമ്മുടെ ഹീറോ, നമ്മുടെ ലീഡർ അത് കർത്താവാണ്. ആ കർത്താവ് പറയുന്ന എന്തോ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, ഈ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പ്രവൃത്തി ഏത് തരത്തിലാണെന്ന് ശോധന ചെയ്യും. ഈ കല്ലും ഇവിടെ വൈക്കോൽ കാണുന്നു, മരം കാണുന്നു, ഇതൊക്കെ എന്ത് സംഭവിക്കുന്ന? ഇതൊക്കെ കത്തിപ്പോകുന്ന, ചാരമായി പോകുന്നതാ. ആരെങ്കിലും അതിന്മേൽ
അതേ പണിത പ്രവൃത്തി നിലനിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവന് എന്ത് പ്രതിഫലം ലഭിക്കും? ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് അവിടെ ന്യായം വിധിക്കാൻ പോവുക. അവിടെയുണ്ട് ന്യായവിധി. ഇത് രണ്ടാമത്തെ ന്യായവിധിയാ. ഈ ന്യായവിധിയിൽ വിശ്വാസികളാണ് അവിടെ ന്യായം വിധിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ന്യായവിധി നടക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ ഉൽപ്രാപണത്തിന് ശേഷം കുഞ്ഞാടിന്റെ വിവാഹത്താഴത്തിനും അതേ ഉള്ള സമയത്താണ് ഇത് നടക്കുന്നത്. ഉൽപ്രാപണം എന്ന് പറഞ്ഞാൽ സഭയുടെ എടുപ്പിന് ശേഷം, സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് പ്രിയമുള്ളവരെ ഇത് നടക്കുന്നത്. യേശുവിന്റെ മണവാട്ടിയാണ് പ്രിയമുള്ളവരെ സഭ എന്ന് പറയുന്നത്. യേശു മണവാളനായിട്ടാണ് അത് ബൈബിൾ നമ്മളെ ചിത്രീകരിക്കുന്നത്. യേശുവിന്റെ സഭ അതാണ് മണവാട്ടി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രിയമുള്ളവരെ, ഇവിടെ അതേ പൗലോസ് സഭയെ ഒരു മണവാട്ടിയോടാണ് അതേ ഉപമിച്ചിരിക്കുന്നത്. എഫേസ്യർ 5:25-27 വരെ വായിക്കുമ്പോൾ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഇത് നമ്മൾക്ക് പൗലോസ് ആത്മാവിൽ തരുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ ക്രിസ്തു തന്റെ സഭയെ മണവാട്ടിയെ സ്നേഹിക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. 27-ാം വാക്യത്തിൽ കറ, ചുളിവുകൾ മുതലായ യാതൊന്നുമില്ലാതെ വിശുദ്ധവും കളങ്കമില്ലാത്തതായ ഒരു മഹത്വമുള്ള സഭയെ അത് തനിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടതിന് തന്നെ. സഭയുടെ ഒരു ക്വാളിറ്റീസ്, സഭയിൽപ്പെട്ടുന്ന അംഗങ്ങളുടെ ഒരു ഗുണം എന്താണ് പ്രിയമുള്ളവരെ? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം, ഇതൊന്നും നമ്മളിൽ ഇൻവോൾവ് ആകാൻ പാടില്ല. ഒരു പാട്ടുകാരൻ പാടുന്ന പാട്ട് 4 ലൈൻ പാടിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ സംസാരം പൂർണ്ണമാകില്ല. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അവനവളെ വചനത്തോടെ കൂടെ സ്നാനത്താൽ, അവനവളെ വചനത്തോടെ കൂടെ സ്നാനത്താൽ കറ, ചുളുക്കം, വാട്ടമാലിന്യം ഒന്നുമില്ലാതെ, കറ, ചുളുക്കം, വാട്ടമാലിന്യം ഒന്നുമില്ലാതെ തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തുവാൻ മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരുന്നിവേളാരൂ, മരുഭൂമിയിൽ പ്രിയന്റെ മേൽച്ചാരുന്നിവേളാരൂ. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി, ഒരു സഭയിൽപ്പെട്ട വ്യക്തിയും കർത്താവിന്റെ മണവാട്ടിയാകുന്ന ഒരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ മാലിന്യം ഉണ്ടാകരുത്. അവിടെ കാണുന്ന ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട് പ്രിയമുള്ള. ഓരോ ദിവസവും നീ എഴുന്നേറ്റ് നിന്റെ കണ്ണാടി മുഖം നോക്കുന്നത് പോലെ നീ ആ പട്ടിക നീ നോക്കണം. എന്തൊക്കെ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആവിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, വെറുക്കൂത്ത്, മദ്യപാനം. ക്രിസ്ത്യാനികൾക്ക് നല്ലൊരു പങ്കിന്ന് മദ്യപാനം കൂടിയിരിക്കും. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പം ലഹരിക്കെതിരായിട്ടാണ് നടക്കുന്ന ഓരോ കാര്യങ്ങൾ. ക്രിസ്ത്യാനികൾ, നല്ലൊരു ക്രിസ്ത്യാനി എന്ന് പേര് നടിക്കുന്നവർ ലഹരിക്കടിമയാ. പ്രിയമുള്ളവരെ, അങ്ങനെ മദ്യപാനം തുടങ്ങി നമ്മൾ സഹോദരനെ അതേ അല്പം ഒരു ബഹുമാനമില്ലാതെ നമ്മൾ ചിന്തിച്ച അതും പാപമാ. അങ്ങനെ അത്തരം പാപപ്രവൃത്തിയിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് പ്രിയമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഉപദേശത്തിലുള്ള മാലിന്യം. പലരും ഉപദേശം എന്താണെന്നറിയില്ല. ഉപദേശത്തിലെ മാലിന്യത്തിലും ചിലര് അവരുടെ ഷർട്ടും ഒക്കെ അങ്ങ് മുഷിഞ്ഞിരിക്കുക. അങ്ങനെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ ഒന്നുമില്ലാതെ സഭയെ കർത്താവ് എന്ത് ചെയ്യുന്ന? തേജസ്സോടെ മുൻനിർത്തിയിരിക്കുക. അവൻ തേജസ്സോടെ അവൻ നിർത്തുകയാണ്. അവന്റെ വിശുദ്ധിയുടെ വസ്ത്രം നമ്മളെ ഉടുപ്പിച്ചിരിക്കുക. നമ്മൾ കർത്താവിന്റെ മകനും മകളുമായി മാറി. നാം ഇപ്പം പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യൻ നമ്മൾ ധരിച്ചിരിക്കുക. നമ്മളിൽ ഒരു പുതിയ മനുഷ്യനുണ്ടെന്നർത്ഥം. നമ്മുടെ സംസാരവും നമ്മുടെ നോട്ടവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം പ്രിയമുള്ളവരെ പുതുമ നിറഞ്ഞതാക്കി. ഇന്നലത്തെ അവസ്ഥയല്ല. പണ്ടൊക്കെ മാനസാന്തരപ്പെടുമ്പം ബീഡി കുറ്റിയും സിഗരറ്റ് കുറ്റിയൊക്കെ എടുത്ത് കളയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ബീഡി കുറ്റിയും സിഗരറ്റും ഒന്നും അതിലും കൂടിയ സാധനങ്ങളൊക്കെ ആ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണെന്ന പേര് പോലും MDMA ഏതാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലെ പറയുന്ന ഒരു ലഹരി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിലാണ് ഉള്ളത്. MDMK എങ്ങനെ കൂടെ പേരാ പറയുന്നത്. പ്രിയമുള്ളവരെ, ആരൊക്കെയാ കർത്താസമ്മയുടെ മക്കൾ വരെ ഇതിൽ ഇൻവോൾവാ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധിയോടും വേർപാടുകൂടിയോടും
പ്രിയമുള്ളവരെ, ആ കർത്താവിൻ്റെ വചനപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയണം. ശകലം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ദിൻ പ്രതിദിൻ ഓരോ ദിവസവും നാം നമ്മെ തന്നെ വചനം വെച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണം. നമ്മെ തന്നെ നാം ഒന്ന് പരിശോധിക്കണം. കർത്താവേ, ഇനി എന്നില്ല ഏത് കുറവാണ് ഉള്ളത് നമ്മൾ കർത്താവിനോട് ചോദിക്കണം. അപ്പം കർത്താവ് വചനത്തിൽ കൂടെയും ദർശനത്തിൽ കൂടെയും വെളിപ്പാടിൽ കൂടെയും ഒക്കെ കർത്താവ് നിങ്ങളെ വെളിപ്പെടുത്തും. ഇതാ മകളെ നിന്റെ ഇപ്പോഴത്തെ കുറവ്, അത് പരിഹരിച്ചു, വേറൊരു കുറവ്. അങ്ങനെ ഹല്ലേലൂയ, ദിൻ പ്രതിദിൻ ഓരോ ദിവസവും നാം എന്ത് ചെയ്യണം? നാം അവൻ്റെ മണവാട്ടിയായി തീരണം. ഇപ്പോൾ ഒന്ന് സ്നാനപ്പെട്ടുകൊണ്ട് മണവാട്ടി ആയില്ല, പോകാവുന്ന ആരും ചിന്തിക്കുകയും വേണ്ട. ഹല്ലേലൂയ, നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവസന്നിധി, ദൈവത്തോടെന്നും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. ദൈവമേ, നീ എന്നെ വെളിപ്പെടുത്തണമേ. ദൈവമേ, നീ ആഗ്രഹിക്കുന്നവൾ എന്നെ ആക്കി തീർക്കണമേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ എന്നെ നീ ഒന്ന് യൂട്ടിലൈസ് ചെയ്യണമേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്താണ് ചെയ്യേണ്ടത്? നാം കർത്താവിനോട് നമ്മൾ ചോദിക്കണം, കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നിലെ കുറവെന്താണ്? ഞാൻ നിന്റെ ഒരു മണവാട്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ കർത്താവിനോട് പറയണം. ഇവിടെ നമ്മൾ നോന്ന് മനസ്സിലാക്കണം, അതേ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിലുള്ള വിധി, പ്രിയമുള്ളവരെ, എത്രമാത്രം ഹല്ലേലൂയ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള പ്രാധാന്യമുള്ളതാണ്. ഹല്ലേലൂയ, നമുക്കത് കാരണം എന്താ? നമ്മൾ കർത്താവിൻ്റെ മണവാട്ടി ആയി കഴിഞ്ഞാൽ അവിടെ കർത്താവ് തരാൻ പോകുന്ന സമ്മാനങ്ങൾ, പ്രതിഫലങ്ങൾ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അവൻ നമ്മളെ പേര് ചൊല്ലി നമ്മളെ വിളിക്കുക. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്, ഈ ചതിവുണ്ട്, ഈ ഭൂമി ഇല്ലാത്ത ഒന്നുമില്ല. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന ഭൂമി, അല്ലെങ്കിൽ ആ സ്വർഗം, ആ കർത്താവിൻ സ്വർഗരാജ്യം നമുക്ക് വേണ്ടി പണിയുക. അവിടെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ കഷ്ടം നൊടി നേരത്തേക്കുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഹല്ലേലൂയ, കർത്താവ് ഒരുക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മളെ കർത്താവ് സ്വാഗതം ചെയ്യുക. നമ്മൾ ഒരുങ്ങാൻ കർത്താവ് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവിനെ നമ്മൾ രക്ഷകനായി നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി, ഹല്ലേലൂയ, നമ്മൾ ആ കർത്താവ് പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾ നീതീകരിക്കപ്പെടും. നമ്മൾ കർത്താവിൻ്റെ മകനും മകളുമായി മാറും. അതേ റോമർ 5:1 ഇങ്ങനെ കാണുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവവുമായി ഒരു സമാധാനമുണ്ട്. നമ്മൾ വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ, അതുപോലെ കുഞ്ഞാണെന്ന് കർത്താവിനെ നമ്മൾ രക്ഷകനായി അറിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങൾ അവൻ മോചിച്ചു. ഹല്ലേലൂയ, നാം കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടിരിക്കുക. ചിലരുണ്ട്, എത്ര മോചിപ്പിച്ചാലും രാവിലെ വൈകിട്ടും എല്ലാം അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഏത് സമയത്തും പാപം വീണ്ടും വീണ്ടും ചെയ്യുന്നവരുണ്ട്. ചിലരാണ് സ്നാനപ്പെട്ടതിന് ശേഷം അവർ വീണ്ടും പാപം ചെയ്യും. അതിൻ്റെ ഒരിക്കൽ ഞാൻ എന്നൊരു പേര് കൊടുത്ത പേരാണ്, ഞാൻ ഒരിക്കൽ ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ് ഗീലാപാവി. ഗീലാപാവി എന്ന് പറയും കുതിർന്ന പാവി. അങ്ങനെ ആകാൻ നമ്മൾ ഇടവരുത്തരുത്. ഒരിക്കൽ നമ്മൾ തീരുമാനമെടുത്ത തീരുമാനം തന്നെ ആയിരിക്കണം. ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, കർത്താവിൻ്റെ മുഖത്ത് നോക്കി നമ്മൾ തീരുമാനമെടുത്തെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. വീണ്ടും വീണ്ടും വഴുതി പോകുവാൻ, വീണ്ടും വീണ്ടും പുറകിലോട്ട് പോകുവാൻ, വീണ്ടും വീണ്ടും നമ്മൾ പുറകിലേക്ക് നോക്കുവാൻ, വീണ്ടും വീണ്ടും വിട്ടത് നമ്മൾ വീണ്ടും എടുക്കുവാൻ പ്രിയമുള്ളവരെ ഇടവരരുത്. റോമർ 8:1 പറയുന്നത് എന്താണ്? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നാം കർത്താവിൻ്റെ മക്കളായി, നമുക്ക് ദുഃഖമില്ല. എന്നാൽ ഉണ്ട്. കടബാധ്യതയുണ്ടോ? ഉണ്ട്. രോഗമുണ്ടോ? ഉണ്ട്. പക്ഷെ ക്രിസ്തുവിൽ അതൊന്നും സാരമില്ല. അതെന്താ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്താൽ ക്ഷമിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, നാം മരിച്ചാലും നാം ജീവിക്കും. ഇതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 5:10 നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്, പ്രത്യക്ഷപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ പ്രിയമുള്ളവരെ നാം പ്രത്യക്ഷപ്പെടും. എന്നാൽ ആ ന്യായവിധി നമുക്കുണ്ടാവില്ല. ഹല്ലേലൂയ, ഈ ലോകത്തേക്കാൾ പ്രിയമുള്ളവരെ നമുക്കറിയാം, ഒരിക്കൽ പൗലോസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എന്താണെന്നറിയാമോ? പൗലോസ് തന്റെ ഓട്ടം അധ്വാനിച്ചു, ഓട്ടം കംപ്ലീറ്റ് ചെയ്തു, ചെയ്യാവുന്ന മുഴുവൻ ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, സഭയ്ക്ക് വേണ്ടി ചെയ്തു, തന്റെ ശരീരം പോലും നോക്കാതെ ഓടി. ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, പൗലോസ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി എന്റെ ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? ഗട്സ് ഉണ്ടോ? കപ്പാസിറ്റി ഉണ്ടോ?
വിൽ പവർ ഉണ്ടോ അങ്ങനെ പറയാൻ? ഹല്ലേലൂയ. പൗലോസ് നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. നല്ലൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവർ, പൗലോസ് നമുക്കൊരു ഒരു മാതൃകയാണ്. ഹല്ലേലൂയ. ആ പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലോകത്തിലെ ജീവിതം മുൻപോട്ട് നമ്മൾ നടത്തുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഹല്ലേലൂയ. വിശ്വാസം കാത്തു സൂക്ഷിക്കാം. ക്രിസ്തുവിന്റെ ന്യായാസനം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ പ്രിയമുള്ളവരെ അത് ദുഃഖമല്ല, നമുക്ക് സന്തോഷമാണ് നൽകുന്നത്. എന്നാൽ പാപികളായ അവിശ്വാസികളായ ദുഷ്ടന്മാർക്ക് കൊടുത്തു വെച്ചിരിക്കുന്നതാണ് എന്ത്? വെള്ളസിംഹാസനം. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ നിൽക്കുമ്പോൾ നമുക്ക് ദുഃഖമല്ല, നമുക്ക് സന്തോഷമാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. വെള്ളസിംഹാസനത്തിന് വേണ്ടി ഓടുന്നവരായിട്ടല്ല, മറിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മൾ നടത്തട്ടെ. ഹല്ലേലൂയ. അവന്റെ വരവേക്ഷവാസനമായി നമുക്ക് വീണ്ടും ഉണരാം, ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പവചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേകർ കർത്താവ് ലോകത്തിലായിരിക്കുന്നു. എന്നാൽ അവർക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാകട്ടെ. അവർ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ തെറ്റിൽ നിന്ന് അവർ ദുഷ്ടനിൽ നിന്ന് മാറി ഹല്ലേലൂയ കർത്താവേ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ സന്തോഷം ലഭിക്കാൻ അവരെ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി ഹല്ലേലൂയ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.